ഡോക്ടർ എന്ത് കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രയാസമാണ്, ഇത് വിട്ടുമാറാൻ ഞാൻ എന്താണ് ചെയ്യേണ്ടത്? പലപ്പോഴും ഇങ്ങനെയുള്ള രോഗികൾ വരുമ്പോൾ നമ്മൾ അവരോട് ഉത്തരമായിട്ട് പറയുന്നത് നിങ്ങളുടെ ചോദ്യത്തിൽ തന്നെ ഇതിനുള്ള ഉത്തരമുണ്ടെന്നാണ്. എന്ത് കഴിച്ചാലും ഗ്യാസിൻ്റെ പ്രശ്നം. എന്തുകൊണ്ടാണിത് വരുന്നതെന്ന് ചോദിക്കുകയാണെങ്കിൽ നമ്മൾ എന്തും കഴിക്കുന്നത് കൊണ്ടാണ്. എന്തും ഏത് സമയത്തും എത്ര അളവിലും കഴിക്കുന്ന ഒരു ശീലം അല്ലെങ്കിൽ ആ ഒരു ലൈഫ് സ്റ്റൈൽ തുടരുന്നത് കൊണ്ടാണ് പിന്നത്തേതിൽ ഇതുപോലെ ബുദ്ധിമുട്ടുകൾ ഉണ്ടാവുകയും എന്ത് കഴിച്ചാലും വെള്ളം കുടിച്ചാൽ പോലും ഗ്യാസിൻ്റെ അവസ്ഥ വിട്ടുമാറാണ്ട് നിൽക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത് മാറ്റിയെടുക്കണമെങ്കിലും നമ്മുടെ ശീലങ്ങൾ മാറ്റണം. നമ്മൾ എന്തും കഴിക്കുന്നവരാകരുത്. ഏത് സമയത്തും ഭക്ഷണം കഴിച്ചാൽ അത് മാറില്ല, അല്ലെങ്കിൽ എത്ര അളവിലും കഴിക്കുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കേണ്ടതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്തൊക്കെ ഭക്ഷണം കഴിക്കാം എന്ന് ചോദിക്കുകയാണെങ്കിൽ ദഹിക്കാൻ എളുപ്പമുള്ള ഭക്ഷണങ്ങൾ കഴിക്കാനായിട്ട് ശ്രമിക്കുക. നാരടങ്ങിയ ഭക്ഷണങ്ങൾ ദഹിക്കാൻ എളുപ്പമാണ്. ഓവറായിട്ട് നാരടങ്ങിയ ഭക്ഷണങ്ങൾ കഴിക്കാനല്ല, പക്ഷേ ഈ ഇലക്കറികൾ ഭക്ഷണത്തിൽ ഉൾപ്പെടുത്തുക. അതുപോലെ തന്നെ പച്ചക്കറികളിൽ പക്ഷേ ഒരു കാര്യം ശ്രദ്ധിക്കണം, കടല, പരിപ്പ്, കിഴങ്ങുകളൊക്കെ വർഗ്ഗങ്ങളൊക്കെ ഓവറായിട്ട് കഴിക്കരുത്. അതല്ലാണ്ടുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് നല്ല രീതിയിൽ കഴിക്കാം, കുഴപ്പമുണ്ടാവില്ല. അതുപോലെ തന്നെ മറ്റ് അനുബന്ധ നാരടങ്ങിയ മറ്റ് ഭക്ഷണ പദാർത്ഥങ്ങൾ, അത് ഇപ്പം ഗോതമ്പിൻ്റെ ഐറ്റംസ് ആണെങ്കിൽ ചിലവർക്ക് ഗോതമ്പിൻ്റെ ഐറ്റംസ് ബുദ്ധിമുട്ടുണ്ടാക്കും. അങ്ങനെ ബുദ്ധിമുട്ടുണ്ടാവാത്തവർക്ക് ഗോതമ്പിൻ്റെ ഭക്ഷണ പദാർത്ഥങ്ങൾ കഴിക്കാം, ഓട്സ് കഴിക്കാം. അതൊക്കെ നിങ്ങൾക്ക് ആ സമയത്ത് ഗുണം ചെയ്യും. അതുപോലെ തന്നെ പ്രോബയോട്ടിക് കണ്ടന്റ് അടങ്ങിയ ഭക്ഷണങ്ങൾ, തൈരായിക്കോട്ടെ, മോരായിക്കോട്ടെ, കാളനായിക്കോട്ടെ, അല്ലെങ്കിൽ സള്ളാസായിട്ട് കഴിക്കുന്നതായിക്കോട്ടെ, അതും ഭക്ഷണത്തിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രമിക്കുക. നോൺ വെജ് പരമാവധി കുറച്ച് കൊണ്ടുവരിക. അതുപോലെ തന്നെ ഹെവി മീൽസ്, ഭക്ഷണം ഓവറായിട്ട് കഴിക്കുന്നത്, നേരത്തെ പറഞ്ഞതുപോലെ തോന്നിയ അളവിൽ നമ്മൾ ഭക്ഷണം കഴിക്കരുത്. ലിമിറ്റഡ് എമൗണ്ടിൽ കഴിക്കുക. ഭക്ഷണം തീരെ കഴിക്കേണ്ടെന്നല്ല, വയറ് നിറച്ച് കഴിക്കുന്ന പോലെ, വയർ ഇതുപോലെ ഫുള്ളായി വരുന്ന രീതിയിൽ ഭക്ഷണം കഴിക്കാതിരിക്കുക. കുറച്ച് വിശപ്പുള്ളപ്പോൾ തന്നെ ഭക്ഷണം കഴിക്കുന്നത് നിർത്തുക. അതുപോലെ തന്നെ ഭക്ഷണം ശരിയായ രീതിയിൽ ചവച്ചരച്ച് കഴിക്കുക. ദിവസം ഒരു 2 തൊട്ട് 3 ലിറ്റർ വെള്ളം കുടിക്കുന്നുണ്ടെന്ന് ഉറപ്പ് വരുത്തുക. അതുകൊണ്ട് തന്നെ നിങ്ങൾ അറിഞ്ഞിരിക്കണം, നിങ്ങൾക്ക് എന്ത് കഴിക്കുമ്പോഴും ഗ്യാസ് വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ പ്രയാസം മാറ്റണമെങ്കിൽ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന രീതി തന്നെ ആദ്യമേ മാറണം. അതിൻ്റെ അളവ് മാറണം, അത് കഴിക്കുന്ന സമയവും കൃത്യമായിരിക്കണം. എങ്കിൽ മാത്രമാണ് നമ്മൾ എന്ത് ചികിത്സ എടുത്താലും ഈ ബുദ്ധിമുട്ട് മാറുകയുള്ളൂ.